പ്രിയമുള്ളവരെ, ഞാൻ ലളിതാ പരേഷ്. എല്ലാവർക്കും എൻ്റെ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഇന്നും ഒരു പാട്ടോടുകൂടി തന്നെ ഒരു വീഡിയോ തുടങ്ങാനൊരു മോഹം പാടാൻ പോവുകയാണ്. നിദ്ര തന്നീരാളി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടി. കളിയോടം നീന്തി തുഴഞ്ഞു ഞാനക്കരെ, മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി. മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി. അതെ, നമ്മൾ മനുഷ്യരായി ജീവിച്ചവരെല്ലാം മോഹങ്ങളും മോഹഭംഗങ്ങളും സബലീകരിച്ചും സബലീകരിക്കാതെയും സഞ്ചരിച്ച് മറ്റാരും കാണാത്തൊരു കരയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ട് എന്ന് ആദ്യം നമ്മളെല്ലാം മനസ്സിലാക്കണം. അതായത് ലൈഫ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. അതെ, ജീവിതം എന്നത് സുഗന്ധവും സൗരഭ്യവും സൗകര്യവും എല്ലാം ഒത്തിണങ്ങിയ ഒരു പനിനീർ മെത്തയാണെന്ന് ആരും ധരിക്കരുത്. അത് എപ്പോഴും കല്ലും മുള്ളും പാറയും നിറഞ്ഞൊരു ഇടുങ്ങിയ വളഞ്ഞ വഴിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതം നല്ലതുപോലെ സന്തോഷത്തോടെ എല്ലാവർക്കും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും സ്വപ്നമില്ലാത്ത ആരും ഉണ്ടാവില്ല. സ്വപ്നങ്ങളിൽ ജീവിച്ച് അതിൽ തോറ്റുപോകുമ്പോൾ വല്ലാതെ വിഷമിക്കുകയും പരിഭവിക്കുകയും ആത്മഹത്യ വരെ എത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതൊന്നും നമ്മൾ അത്ര കാര്യമായി എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് ആരും പോകരുത്. ആത്മഹത്യ എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്ന ജീവിതം നമ്മൾ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. അതൊരിക്കലും ശരിയല്ല. ലൈഫ് ഈസ് ടു ലിവ് ടോട്ടലി എന്നാണ്. മൊത്തമായി ജീവിക്കാൻ എന്തെല്ലാം പരിഭവങ്ങളും പാരാദൂരങ്ങളും ഉണ്ടെങ്കിലും മൊത്തമായി തന്നെ ജീവിക്കാൻ തന്നെയാണ്, ഭൂമിയാകുന്ന ഈ സ്വർഗത്തെ കണ്ട് ആസ്വദിക്കാൻ തന്നെയാണ് നമുക്ക് ദൈവം ഈ ജീവൻ തന്ന് ഒരു ശരീരവും തന്ന് ഈ ഭൂമിയിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഉറങ്ങുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോടടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ ഉറങ്ങുക എന്ന് പറയുന്നത്. ഉറക്കത്തിന് 4 അവസ്ഥകളുണ്ട്: സ്വപ്നം, സുഷുപ്തി, ജാഗ്രത്, തുര്യൻ എന്ന്. തുര്യൻ എന്ന അവസ്ഥ, അവസാനത്തെ അവസ്ഥ എന്ന് പറയുന്നത് സന്യാസിമാരുടെ സമാധിയാണ്. അവിടെ ഒരു സന്യാസി സച്ചിദാനന്ദ ബോധത്തിലേക്ക് അമർന്നു പോകുന്ന അവസ്ഥ. അവിടെ പിന്നെ ഉണരൽ ഇല്ല. അതങ്ങനെ അസ്തമിച്ച് സന്യാസിയുടെ ജീവിതം അങ്ങനെ തുര്യാവസ്ഥയിൽ എത്തും എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ എല്ലാവർക്കും ആ തുര്യാവസ്ഥയിൽ എത്താൻ പറ്റുകയില്ല. പക്ഷേ ബാക്കി 3 അവസ്ഥയിലും നമ്മളെല്ലാം എപ്പോഴും സഞ്ചരിക്കുന്നവരാണ്. സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾക്കെല്ലാം നല്ല നല്ല സ്വപ്നങ്ങളുണ്ട്, സബലീകരിക്കാത്ത പോയതുണ്ട്, അപ്പോൾ അത് സബലീകരിച്ച് നമ്മൾ സന്തോഷിച്ചതുണ്ട്. ആ സ്വപ്നത്തിലൂടെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾക്ക് സബലീകരിക്കാൻ പറ്റാത്ത സ്വപ്നങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മളെ അലോസരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ ഒരു സ്വപ്നത്തിൽ ഇങ്ങനെ ഉറങ്ങിയും ഉറങ്ങാതെയും, അതായത് നിദ്രയുടെ നീരാടിയായ ആ ഒരു ചങ്ങാടത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, കുലുങ്ങിയും താണും പൊങ്ങിയും ഉയർന്നും ഒക്കെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഉറക്കത്തിന് ഭംഗങ്ങളുണ്ടാകും. ആ ഭംഗങ്ങൾ ഉണ്ടാകുന്ന നിമിഷങ്ങളിൽ നമ്മൾ നമ്മുടെ പഴയ കാലത്തിൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ട് നിൽക്കും. അപ്പോൾ ശരിയായ നല്ല ഉറക്കം അത് അല്ല. അത് സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത് ശരിയായ നല്ല ഉറങ്ങുന്ന അവസ്ഥയെ അല്ല. അത് അങ്ങനെയുള്ള അവസ്ഥയിൽ അങ്ങനെ ഉറങ്ങി നമ്മളങ്ങനെ എവിടെയൊക്കെയോ പോയെന്നും വന്നെന്നും ഒക്കെ കാണും. രാവിലെ എണീക്കുമ്പോൾ അതൊന്നും ഓർമ്മയിൽ ഉണ്ടാവുകയുമില്ല. അതാണ് സ്വപ്നം എന്നതിൻ്റെ വിശേഷത. എന്നാൽ സുഷുപ്തി എന്ന് പറയുന്നത് നമ്മൾ സുഖമായി ഉറങ്ങും, ഒന്നും അറിയാതെ നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞ ജീവിതത്തിൻ്റെ സുഖങ്ങളെല്ലാം ഓർത്ത്, കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം ഓർത്തൊന്ന് സുഖമായി ഉറങ്ങിയാൽ നല്ലതുപോലെ അങ്ങ് ഉറങ്ങി രാവിലെ തൃപ്തിയായിട്ട് എണീക്കുമ്പോൾ ഞാൻ നല്ലതുപോലെ ഉറങ്ങി എന്ന് പറയുന്ന അവസ്ഥയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. ആ സുഷുപ്തിയിൽ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യം വളരെ നല്ലതാകും. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മളെപ്പോഴും നല്ല കാര്യം, എന്തെല്ലാം മോശമുണ്ടായാലും ശരി, സുഖമായി സ്വസ്ഥമായി ഉറങ്ങണമെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങൾ തന്നെ ഇട്ട് കൊടുക്കണം.
അതേസമയത്ത് ഇനി അടുത്തതോ ജാഗ്രത് എന്ന അവസ്ഥയാണ്. ഈ ജാഗ്രത് എന്ന അവസ്ഥയിൽ നമ്മൾ കണ്ടതും കേട്ടതും പോയതും എല്ലാമായ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കൂടി വന്നും കയറിയും പോയും അങ്ങനെ ഇരിക്കും. ഒരിക്കലും സമാധാനമായി ഉറങ്ങാനേ പറ്റത്തില്ല. ആ ഒരവസ്ഥയാണ് ജാഗ്രത് എന്ന അവസ്ഥ. അപ്പോൾ നമ്മളെല്ലാവരും ഓർക്കണം, നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് നല്ല കാര്യങ്ങൾ ഇട്ടുകൊടുത്ത് അതിനെ പരിപോഷിച്ച് മനസ്സെന്ന അമ്പലത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ഇട്ടിട്ട് കൊടുത്ത് നമ്മൾ അതിനെ പരിപോഷിക്കണം. നമ്മൾ കേട്ടിട്ടില്ലേ, സ്വപ്നങ്ങൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടവിടെ. സ്വപ്നങ്ങളാണ് മുഴുക്കാപ്പായി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വരുന്നത്. ഹൃദയം ഒരു ദേവാലയമാണ്, മാനവ ഹൃദയം ദേവാലയമാണ്. അവിടെ മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ടവിടെ. സ്വപ്നങ്ങൾ മുഴുക്കാപ്പ് ചാർത്താറുണ്ടവിടെ. മാനവഹൃദയം ദേവാലയം, മാനവഹൃദയം ദേവാലയം. അതേ, മനുഷ്യൻ്റെ ഹൃദയമാണ്, നമ്മുടെ മതഗതമാണ് നമ്മുടെ അമ്പലം. അവിടെ നല്ല നല്ല കാര്യങ്ങൾ ഇട്ടുകൊടുത്തങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ അതിന് എല്ലാവർക്കും പറ്റും എന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. ജീവിതമാകുന്ന പാതയിലൂടെ അങ്ങനെ തള്ളി തീങ്ങി പോകുമ്പോൾ പലതും ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾക്ക് നമ്മളെ തന്നെ നമ്മൾ ബഹുമാനിക്കണം. സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്ന് കേട്ടിട്ട് നമ്മളെ തന്നെ സഹായിച്ചങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓണർ യുവർ സെൽഫ് വെൻ യു നീഡ് എ മൂമെൻറ്റ് ഓഫ് യുവർ സെൽഫാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നിമിഷം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കണം. അതാ നമ്മളെ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾക്കൊരു നിമിഷം സ്വസ്ഥമായി സുഖമായി ആലോചിക്കാൻ ഉണ്ടാകണം എന്ന് തോന്നുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കണം. ഒരിക്കലും നമ്മൾ അതിന് മടി കാണിക്കരുത്. ഞാനാണ് എനിക്ക് ബഹുമാനിക്കേണ്ട വ്യക്തി എന്ന് എപ്പോഴും ഓർത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ജീവിതം ഒരു പരാജയമായി തോന്നുകയില്ല. അങ്ങനെ ഒരു നല്ലൊരു ജീവിതം ജീവിച്ച ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൃദ്ധിയുള്ള ഒരു കുടുംബത്തിൻ്റെ മനോഹരമായ ഒരു കഥയാണ്. അതായത് ശിവഭഗവാന്റെ കുടുംബം പോലെ നല്ലതുപോലെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിച്ച ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ദോ ബൂന്ത് പാനി എന്ന് പറയുന്നത്. ശിവഭഗവാന്റെ കഥയെന്ന് പറഞ്ഞാൽ ശിവഭഗവാന്റെ വാഹനം പോത്താണ്, നമ്മളുടെ പാർവതി ദേവിയുടെ വാഹനം സിംഹമാണ്. അത് മുരുകൻ്റെ വാഹനം, ശിവൻ്റെ മക്കളായ മുരുകൻ്റെ വാഹനം മയിലും മറ്റേ ഗണപതി ഭഗവാന്റെ വാഹനം എലിയുമാണ്. ഇവരെല്ലാം വിരുദ്ധമായ ജീവികളാണ്. ശിവഭഗവാന്റെ പോത്തിനെ, ഡൊമസ്റ്റിക് ആനിമൽ ആയ പോത്തിനെ ഒരിക്കലും വൈൽഡ് ആനിമലായ സിംഹം കൊന്നു തിന്നാൻ ആഗ്രഹിക്കുകയില്ല. ഒരു മോശമായ ഒരു ദൃഷ്ടിയോടുകൂടി അതിനെ നോക്കുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ പാർവതി ദേവിക്ക് ശിവഭഗവാനിൽ അത്യാകർഷമായ വളരെ വളരെ നിഗൂഢമായ സ്നേഹം ഉണ്ട് എന്ന് നമുക്കറിയാം. ഒരിക്കലും ഭഗവാന്റെ വാഹനമായ പോത്തിനെ കൊന്നു തിന്നണമെന്ന് ആ സിംഹത്തിന് തോന്നിയിട്ടേയില്ല. അതുപോലെ തന്നെ ശിവഭഗവാന്റെ കഴുത്തിലിരിക്കുന്ന വിഷസർപ്പത്തിന് ഒരിക്കലും എലിയെ പിടിക്കണമെന്നോ മയിലിനെ പിടിക്കണമെന്നോ ഒന്നും തോന്നിയില്ല. അവിടെ ഫാമിലി സർക്കിൾ നല്ലതുപോലെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫാമിലി ഈസ് എ ഡിസൈറിങ് ഫാക്ടർ എന്ന ആ തത്വം അവിടെ പരിപാലിച്ചു കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതിനു വേണ്ടി തന്നെയാണ് മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ആ സംഭവം നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്നും നമ്മൾ മനസ്സിലാക്കുക. കഥയുടെ ഭാഗ്യഭാഗം ഞാൻ പിന്നീട് പറയാം. നന്ദി, നമസ്കാരം.